ശാരദ, സീമ തുടങ്ങിയ നിരവധി നടികൾക്ക് ശബ്ദം നൽകി അവരുടെ കഥാപാത്രങ്ങളെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടെത്തിച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് ടി.ആർ. ഓമന. നമസ്കാരം അമ്മ. നടിയായിട്ടും ചലച്ചിത്ര രംഗത്ത് നിന്നിട്ടുണ്ട്. എന്നാലും ഓമന ചേച്ചി എന്ന് പറയുമ്പോൾ ബെസ്റ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞ ഊർവശി ശാരദയ്ക്കും സീമ ചേച്ചിക്കും ഇവർക്കൊക്കെ കൊടുത്തിട്ടുള്ള അതൊരു നല്ല ഇത് തന്നെ ഐഡൻറ്റിറ്റി തന്നെയാണ്. ഇതുവരെ ചേച്ചി ഡബ്ബിങ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഏത് ക്യാരക്ടറിനാണ് ഇറ്റ് റിയലി ടച്ച്ഡ് യുവർ ഹാർട്ട്, ഇന്നും ഓർമ്മയുള്ള ഒരു ക്യാരക്ടർ? തുലാഭാരത്തിൽ ശാരദയ്ക്ക് ചെയ്തത് വളരെ സ്ട്രെയിൻ ചെയ്ത ഒരു ക്യാരക്ടറാണ്. പിന്നെ മായ എന്ന് പറഞ്ഞൊരു പടത്തിൽ ഇത് രണ്ടിലും ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് ഡബ് ചെയ്തതാണ്. ഏത് തരത്തിലുള്ള സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ കൂടുതലും കരയുന്ന സീൻസാണ്. കരയുക, വളരെ എമോഷണലായിട്ട് സംസാരിക്കുക, അങ്ങനത്തെ സീൻസൊക്കെ നമുക്ക് ആ ലിപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് എമോഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവരഭിനയിക്കുന്ന പോലെ തന്നെ നമ്മൾ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് അഭിനയിച്ച് പറഞ്ഞെങ്കിൽ മാത്രമേ അത് ശരിയാവുള്ളൂ. ഈ തുലാഭാരം കഥാപാത്രത്തിന് അല്ലേ, തുലാഭാരം പടത്തിൽ ഉള്ള കഥാപാത്രത്തിനല്ലേ ശാരദമ്മയ്ക്ക് ഊർവശി അവാർഡ് കിട്ടിയത്? അതിനു മുമ്പ് സ്വയംവരം എന്ന് പറഞ്ഞിട്ടൊരെണ്ണം വന്നിട്ടുണ്ട്. അതിൽ ശാരദയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ആ സ്വയംവരത്തിൽ ഞാൻ തന്നെയാണ് സംസാരിച്ചത്. പക്ഷേ സ്വയംവരത്തിൽ എനിക്ക് അത്രയും കഷ്ടപ്പാട് തോന്നിയില്ല പറയാനായിട്ട്. തുലാഭാരത്തിലാണ് വളരെ ബുദ്ധിമുട്ട് തോന്നി. ഇങ്ങനെ താങ്കൾ ഡബ്ബിംഗ് വോയിസ് നൽകിയിട്ടുള്ള ഈ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട്, ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു പെർഫോമൻസ് അല്ലേ അവിടെ പോയി ചേരുന്നതും പിന്നെ ജൂറി ജഡ്ജസ് ഒക്കെ ഡിസൈഡ് ചെയ്യണതും ഈ പെർഫോമൻസിന് ഈ നടിക്ക് നമ്മൾ അവാർഡ് കൊടുക്കാം എന്ന് ഡിസൈഡ് ചെയ്യുമ്പോൾ അതൊരു ടോട്ടാലിറ്റി ആയിട്ട് അവരുടെ എക്സ്പ്രഷൻസും ശബ്ദമല്ലേ. അപ്പോൾ എനിക്ക് കിട്ടേണ്ട ഒരു ഫെയിം കിട്ടിയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. കാരണം ഞാൻ അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്, ഡബ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ചെയ്യുന്ന എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ യാതൊരു അവാർഡും. പക്ഷേ ഞാൻ ശബ്ദം കൊടുത്ത ഒരു ആർട്ടിസ്റ്റിന് കിട്ടിയെങ്കിൽ അതെൻ്റെ ശബ്ദത്തിൻ്റെ മാത്രം കഴിവുകൊണ്ടായിരിക്കത്തില്ല. അവരുടെ കഴിവതിൽ പകുതി മുക്കാലും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാത്രമല്ല എന്നാലും ഒരു ചെറിയൊരു ഇതില്ലേ, നമ്മളതിനെപ്പറ്റി എന്ത് ചിന്തിക്കാനാ? ഞാൻ ഡബ് ചെയ്യുമ്പോഴെപ്പോഴും ഞാൻ ഇതുപോലെ അവാർഡ് കിട്ടുമോ അല്ലെങ്കിൽ എനിക്ക് ഈ ഡബ്ബിങ്ങിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത, ഒരു അംഗീകാരം കിട്ടുമെന്നൊന്നും ഉദ്ദേശിച്ച് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യുന്ന കാലത്ത്, ഞാനിപ്പം വിട്ടിട്ട് കുറേ കാലമായി, എങ്കിലും ഞാൻ ചെയ്തിരുന്ന കാലങ്ങളിൽ അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ച് ചെയ്തതല്ല. പിന്നെ ഇപ്പോൾ ശാരദയ്ക്ക് ഉർവശി കിട്ടിയപ്പോൾ കുറേ പത്രക്കാരും മാധ്യമങ്ങൾ അവരും ഒക്കെ കൂടെ ഇങ്ങനൊരു ബഹളം ഉണ്ടാക്കി. അതായത് ശാരദയുടെ അഭിനയം മാത്രമല്ല ശബ്ദവും കൂടെ ഉണ്ടായിട്ടാണ് ഇങ്ങനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി. ഒരുപാട് പത്രക്കാർ എന്നോട് ചോദിച്ചു. അപ്പോഴൊക്കെ ഞാനൊരു സമാധാനമേ പറഞ്ഞുള്ളൂ. ഞാൻ ഡബ് ചെയ്തെങ്കിൽ അത് എനിക്ക് അർഹിക്കുന്ന ആ എമൗണ്ട് ഞാൻ ചോദിച്ച് മേടിച്ചിട്ടാണ് ഞാൻ ഡബ് ചെയ്ത് കൊടുത്തത്. എൻ്റെ വോയിസ് ഞാൻ ശരിക്കും വിൽക്കുന്നു എന്ന് പറയുന്ന മാതിരിയായിപ്പോയി. അപ്പോൾ വിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ശബ്ദത്തിൽ പിന്നെയും പോയി അവകാശപ്പെടേണ്ട കാര്യം എന്താ? അതിനൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും അഭിപ്രായം പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അന്ന് വിട്ടിരുന്നു. നമ്മൾ ആവശ്യമില്ലാത്ത ഒരു സംസാരം ഉണ്ടാക്കണ്ട. എന്താ പ്രയോജനം അതിൽ? ശരി, എത്രയോ സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അഭിനയിക്കുമ്പോൾ വർക്ക് ചെയ്യാത്ത ഒരു ഡയറക്ടറിൻ്റെ കൂടെ ഡബ്ബിംഗ് വോയിസ് കൊടുക്കുമ്പോൾ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടാവും ചേച്ചിക്ക്. ഏത് ഡയറക്ടർ പറഞ്ഞു കൊടുത്തത് മാതിരി ചെയ്യാനോ അല്ലെങ്കിൽ ഡബ് ചെയ്യാനോ വളരെ പ്രയാസപ്പെട്ടത് ചേച്ചി? അങ്ങനെ പഴയ ഡയറക്ടേഴ്സ് ഒന്നും നമുക്കങ്ങനെ നമ്മളെ അടിച്ചേൽപ്പിച്ച് ഓരോന്ന് പറഞ്ഞ് തരാറില്ല. ഞാനൊക്കെ ഡ്രാമ സ്റ്റേജിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവർ ഈ ഡയലോഗ് ഇന്ന ട്രെൻഡിൽ സംസാരിക്കണം, ഇന്ന ആളോടാണ് ഇന്ന രീതിയിൽ സംസാരിക്കണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഏകദേശം നമുക്കതിനെപ്പറ്റി മനസ്സിലാകും. നമ്മൾ പറഞ്ഞു നോക്കും. പറഞ്ഞ് ശരിയായില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പറയണമെന്ന് പറയും. അതനുസരിച്ച് സംസാരിക്കും. അങ്ങനെ അല്ലാണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഏത് ഡയറക്ടറിൻ്റെ ഒരു ഡയറക്ടേഴ്സും പഴയ ഒരു ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. ഡബ് ചെയ്യാനും തോന്നിയിട്ടില്ല, അഭിനയിക്കുമ്പോഴും തോന്നിയിട്ടില്ല. ഈ അഭിനയിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ മിക്കവാറും ചേച്ചി ചെയ്തത് ഒരു ചേച്ചിയുടെ ക്യാരക്ടറോ അല്ല, അമ്മയുടെ ക്യാരക്ടർ ചേച്ചിയുടെ ക്യാരക്ടർ അതും കൂടിയല്ല. ചേച്ചിയുടെ ക്യാരക്ടർ കൂടെ അല്ല. ഞാൻ എൻ്റെ 62-ലാണ് ഞാൻ അഭിനയിക്കാൻ തുടങ്ങുന്നത്.
ശരിക്കും 62-ലാണ്. വയസ്സ് എന്തായിരുന്നു? അന്ന് 22 വയസ്സുണ്ടായിരുന്നു. 22 വയസ്സിൽ അമ്മയുടെ അമ്മയുടെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുമ്പ് ഞാൻ ബാലനടിയായിട്ടൊരു 3 പടം അഭിനയിച്ചിട്ടുണ്ട്, ഹീറോയിനായിട്ടൊരു പടം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ മദ്രാസിൽ വന്ന് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഒരമ്മയുടെ റോളാണ്. ആ അമ്മയുടെ റോൾ അഭിനയിച്ച് പിന്നാണ് ഞാൻ ഒരു നടിയായിട്ട് എന്നെ അംഗീകരിച്ചത്. കാരണം ആ പടം വേലിത്തമ്പി ദളവാന്ന് പറയും. ആ പടം ആ കാലത്ത് ഒരു 100 ദിവസത്തിൽ കൂടുതൽ ഓടിയ പടമാണ്. എൻ്റെ അഭിനയം കൊണ്ടല്ല, പക്ഷെ ആ പടം ഓടിയത് കൊണ്ട് അതിലെ ഓരോ ക്യാരക്ടേഴ്സിനെയും ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ ഒരമ്മ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്നെ ഓർമ്മ വരുന്നു. അങ്ങനെ 62 മുതൽ ഞാൻ അമ്മയുടെ റോള്, അമ്മായിയമ്മയുടെ റോള്, അമ്മുമ്മയുടെ അതായത് മുത്തശ്ശിയുടെ റോള്, അങ്ങനെ ആ ലെവലിൽ പോകുന്നു. അല്ലാണ്ട് ഈ ചേച്ചി അനിയത്തി ആ ലെവലിൽ വന്നിട്ടില്ല. എന്ത് തോന്നി അപ്പോ? എനിക്ക് ഒരു ഏജ് അല്ലല്ലോ. അല്ല, ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടന്നെന്ന് വരില്ല. പിന്നെ നമ്മളെ തേടി വരുന്നത് നമ്മൾ അംഗീകരിക്കുക, അതുകൊണ്ട് തൃപ്തിപ്പെടുക. അതാണ് ജീവിതം. ആ ജീവിതത്തിൽ നമുക്കൊരു മനസ്സമാധാനം, സന്തോഷം വരണമെങ്കിൽ അത് നമ്മൾ പഠിക്കണം. നമുക്ക് കിട്ടുന്നത് കൊണ്ട് തൃപ്തിയായി കൈകാര്യം ചെയ്ത് ജീവിക്കാൻ പഠിക്കണം. പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു മനസ്സിന് തൃപ്തി വരുള്ളൂ. ഞാനല്ല ഇപ്പോൾ അമ്മയുടെ വേഷം വേണ്ട, ഇനി ഞാൻ ഹീറോയിനായിട്ട് അഭിനയിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇന്ന വേഷമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നും ചുമ്മാ ഇരിക്കത്തേ ഉള്ളൂ വീട്ടിൽ. കാരണം അന്നത്തെ ഹീറോയിൻസിൻ്റെ ആ ലെവൽ അവർ ഓരോ ഹീറോയിൻസിനെയും സെലക്ട് ചെയ്തുകൊണ്ടിരുന്ന ആ രീതിയിലായിരുന്നു. ഇന്നത്തെ മാതിരി വരുന്നവർക്കും പോകുന്നവർക്കൊന്നും അങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല. ആ കാലങ്ങളിൽ വളരെയധികം സെലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് കിട്ടിയത് ഈ അമ്മയുടെ റോളാണ്. അഭിനയത്തോട് അത്രയും താല്പര്യമുണ്ട് എനിക്ക് വളരെയധികം. ഞാൻ ചെറുപ്പം മുതലേ, അതായത് ഞാൻ പഠിക്കുന്ന കാലം മുതലേ ഞാനൊരു ഡാൻസ് ആർട്ടിസ്റ്റായിരുന്നു. എനിക്ക് അന്ന് മോഹം ഒരു വലിയ ഡാൻസ് ആർട്ടിസ്റ്റ് ആകണം. അതായത് ലളിതാ പത്മിനിമാരുടെ ഡാൻസ് കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചു അവരെ പോലെ ഡാൻസ് ചെയ്യണം, അവരെ പോലെ സ്റ്റേജിൽ ഡാൻസ് ചെയ്യണം, അവരെ പോലെ സിനിമയിൽ ഡാൻസറായിട്ട് വരണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതൊന്നും എനിക്ക് നടന്നില്ല. പിന്നെ ഞാൻ അമച്വർ ഡ്രാമാസ്, അതിന്റെ ഒരു അധ്വാനം ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള ഒരു? എനിക്ക് അങ്ങനെ ഒരു അധ്വാനമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഡ്രാമ സ്റ്റേജുകളിൽ അമച്വർ ഡ്രാമാസൊക്കെ നിറയെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ 1-2 പടങ്ങളിൽ എനിക്ക് ഡാൻസ് റോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കാണാൻ വരുന്ന അന്ന് ഇതുപോലെ നിറയെ പ്രൊഡ്യൂസർമാരില്ല, നിറയെ സ്റ്റുഡിയോ ഇല്ല. അപ്പം വളരെ സെലക്റ്റീവായിരിക്കും വരുന്നവരും പോകുന്നത്. അവർ കണ്ടിട്ട് കൊള്ളാമല്ല, മറ്റേ ഇന്ന ക്യാരക്ടറിന് ഈ കുട്ടി നന്നായിരിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളെ അടുത്ത പടത്തിന് വിളിക്കുക. അങ്ങനെയാണ് ഒരു 4 പടം ഞാൻ ഡാൻസ് ചെയ്ത് ചെറിയ റോളൊക്കെ അഭിനയിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ചാക്കോച്ചൻ പറയും, കേരളത്തിലെ ഉദയ സ്റ്റുഡിയോയുടെ ചാക്കോച്ചൻ്റെ ഒരു പാർട്ണർ ഉണ്ടായിരുന്നു, കോശി സാർ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിനാണ് എന്നെ ഹീറോയിനായിട്ട് ബുക്ക് ചെയ്തത്. ഹീറോയിനായിട്ട് ബുക്ക് ചെയ്തു. എൻ്റെ കൂടെ അഭിനയിച്ച ഹീറോ പുതുമുഖം, എല്ലാവരും പുതുമുഖങ്ങളായിരുന്നു. പടം അതുപോലെ പോവുകയും ചെയ്തു, ഓടിയിട്ടുമില്ല. അതോടെ ഹീറോയിൻ്റെ റോൾ അവിടെ അവസാനിച്ചു.